മക്കളെ നമ്മളെല്ലാവരും ഫോറസ്റ്റ് ഫെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചു. ഒത്തിരി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ആ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിലെ നല്ല രസകരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമുക്കൊന്ന് നോക്കിയാലോ. എന്താണായിരുന്നു? ഹൗ മെനി റാബിറ്റ്സ്, എത്ര മുയലുകൾ എന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി വരുന്നത്. നോക്കട്ടെ, കാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാനായി മുയലുകളും വന്നു അല്ലേ. അതായത് there were rabbits also at the forest fest അല്ലേ. അപ്പം നമ്മുടെ കാട്ടിലെ ഉത്സവം നടക്കുന്ന സമയത്ത് റാബിറ്റ്സും വന്നു കാണാനായിട്ട്. ആകെ 85 മുയലുകളുണ്ട് അല്ലേ. 85 റാബിറ്റ്സ് ഇൻ ഓൾ അല്ലേ. എല്ലാം കൂടെ എത്രയാണ്? 85 ആണ് വന്നത്. ക്ലിയർ അല്ലേ. അവരിൽ 23 പേർ കുഞ്ഞു മുയലുകളാണ്. അതിൽ എത്രയാണ്? 85 മുയലുകളാണ് നമ്മുടെ ആ ഉത്സവം കാണാൻ വന്നത്. അതിൽ 23 ആൾക്കാർ എന്താണ്? കുഞ്ഞു മുയലുകളാണ് അല്ലേ. അതായത് 23 ഓഫ് ദം ആർ യങ്. 23 ആൾക്കാർ കുഞ്ഞു നമ്മളെ ക്യൂട്ട് മുയലുകളാണ്. അപ്പോൾ നോക്കട്ടെ, ഹൗ മെനി ഗ്രോൺ അപ്പ് റാബിറ്റ്സ്, അതിൽ വലിയ മുയലുകൾ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. അതായത് 23 ആൾക്കാർ കുഞ്ഞന്മാരാ, കുഞ്ഞു മുയലുകളാണ്, കുട്ടികളാണ്, എൻ്റെ മക്കളെ പോലെ കുഞ്ഞു റാബിറ്റ്സ് ആണ്. അപ്പം ഇനി വലിയ ആൾക്കാർ എത്ര പേരുണ്ടെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര റാബിറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? ടോട്ടൽ റാബിറ്റ്സ് എത്രയായിരുന്നു പറഞ്ഞത്? 85 ആയിരുന്നു അല്ലേ. ഓക്കെ, എത്രയാണ്? 85 ആണ് പറഞ്ഞിരുന്നത്. അതിലെ യങ് റാബിറ്റ്സ് എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? നോക്കാം, എത്രയായിരുന്നു? അതിലെ യങ് റാബിറ്റ്സ് 23 ആണ്. വേറെ കളറിൽ എഴുതാം. റാബിറ്റ്സ് എത്രയായിരുന്നു? 23 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മളോട് വലിയ റാബിറ്റ്സ് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. വലിയ എത്ര റാബിറ്റ്സ് ഉണ്ട്? 85-ൽ 23 ആൾക്കാർ കുഞ്ഞനും, ഇനി വലുത് എത്രയും കൂടെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് എന്താണ്? ഡിഫറൻസ് ആണ് അറിയേണ്ടത്. അപ്പോൾ ഡിഫറൻസ് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി അല്ലേ. ഇവിടെ വലിയ സംഖ്യ ഏതാണ്? 85 ആണ്. 85-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? 23-നെ മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറുതാക്കി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? 85-നെ മക്കളെ നമ്മൾ 80 + 5 എന്നും 23-നെ 20 + 3 എന്നും എഴുതാൻ വേണ്ടി പോവാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറയ്ക്കും. ക്ലിയർ? അപ്പോൾ നോക്കിക്കേ, ഈ 0-നെ നമ്മൾ ഇറക്കി എഴുതി. 8-ൽ നിന്ന് 2 കുറയ്ക്കണം അല്ലേ. 8-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 2 കുറച്ചാൽ എത്രയാണ്? ബാക്കി 6 ആണ്. ക്ലിയർ അല്ലേ. 5-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 3 കുറയ്ക്കണം. 5-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ് ബാക്കി? ഇത് 2 അല്ലേ. ക്ലിയർ? അപ്പോൾ എത്രയാണ്? 60 + 2, 60 + 2 എത്രയാണ്? 62 ആണ്. അപ്പോൾ നോക്കിക്കേ, എത്ര വലിയ മുയലുകളുണ്ട്? ഗ്രോൺ അപ്പ് റാബിറ്റ്സ് എത്ര പേരുണ്ട്? എത്ര വലിയ മുയലുകൾ? 62 പേരായിരുന്നു അല്ലേ. 62, 62 റാബിറ്റ്സ് ആണ് വലിയ റാബിറ്റ്സും. അതിൽ 23 എത്ര പേരുണ്ട്? കുഞ്ഞൻ റാബിറ്റ്സും ഉണ്ട്. ഓക്കെ, അത് അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആകെ 85 റാബിറ്റ്സും ഉണ്ട്. ക്ലിയർ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? there are 38 ഫീമെയിൽ റാബിറ്റ്സ് അല്ലേ. ആകെ ഉള്ളവയിൽ 38 എണ്ണം പെൺമുയലുകളാണ്. അപ്പം അല്ലേ ഹൗ മെനി മെയിൽ റാബിറ്റ്സ്, അതുകൊണ്ട് അതിൽ ആണുങ്ങൾ എത്ര പേരുണ്ട്? ആകെയുള്ള മുയൽ എത്രയായിരുന്നു? ആകെയുള്ള മുയൽ എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് റാബിറ്റ്സ് എത്രയാണ്? റാബിറ്റ്സ് 85 ആയിരുന്നു. അതിലെന്താണ്? ഫീമെയിൽ അല്ലേ. ഫീമെയിൽ റാബിറ്റ്സ് എത്രയായിരുന്നു? 38 ആണോ? എത്രയായിരുന്നു? 38 തന്നെ അല്ലേ. 38 ആണ്. ഓക്കെ, ഇനി നമുക്ക് മെയിൽ റാബിറ്റ്സിൻ്റെ എണ്ണമാണ് വേണ്ടത്. ഓക്കെ, മെയിൽ റാബിറ്റ്സ് എത്ര ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നും എഴുതുന്നത് പോലെ 80 + 5 എന്ന് 85-നെ എഴുതാം. 38-നെ 30 + 8 എന്നും എഴുതാം. പക്ഷെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു പ്രശ്നം വരും അല്ലേ. നോക്കിക്കാൻ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്,
ഈ 80-ൽ നിന്ന് 30നെ മൈനസ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. 80-ൽ നിന്ന് 30നെ നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാം. പക്ഷെ 5-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 8നെ കുറയ്ക്കാൻ പറ്റില്ല അല്ലേ. 5 വിരലിൽ നിന്ന് 8 വിരൽ കുറയ്ക്കുന്നു പറഞ്ഞാൽ എങ്ങനെ കുറയ്ക്കും, പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത 80-ൽ നിന്ന് കടം വാങ്ങണം അല്ലേ. 80ൻ്റെ അകത്ത് 80ൻ്റെ അകത്ത് എത്ര ഉണ്ട്, 8 10കളുണ്ട്. അതിൽ നിന്ന് ഒരു 10നെ നമ്മൾ 5ലേക്ക് വാങ്ങും അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതും, എങ്ങനെ എഴുതും, ഓക്കെ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതാൻ പോവാണ്, ഈ ഇവിടുന്ന് കടം കൊടുക്കുകയാണ് അല്ലേ. കടം കൊടുക്കുകയാണ്. 80 എന്ത് ചെയ്യും, പാവം തോന്നിയിട്ട് ഒരു 10നെ കടം കൊടുക്കുമ്പോൾ 5ഉം 10ഉം ചേരുമ്പോൾ എത്രയാകും, 15 ആകും. ഓക്കെ, ആളെത്രയാവും, 15 ആകും. ഇവിടെ നിന്ന് ഒരു 10നെ കടം കൊടുത്തത് കൊണ്ട് ഇവിടെ ഒരാൾ കുറയും, ഒരു 10 കുറയും. അപ്പം എത്രയാകും, 70 ആകും അല്ലേ. ഇനി 30നെ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എഴുതാം, +8 എഴുതാം. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും, പറ്റില്ലേ. 7-ൽ നിന്ന് 3 കുറയ്ക്കണം. 7-ൽ നിന്ന് 3 കുറച്ചാൽ ബാക്കി എത്രയാ, 4 അല്ലേ. അപ്പോൾ ഇവിടെ 40 വരും അല്ലേ. ഇനി 15-ൽ നിന്ന് നമുക്ക് 8 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആകെ 10 വരലുള്ളൂ. ഇനി 15ന് എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 8നെ ചെറിയ സംഖ്യേനെ മനസ്സിലെടുക്കുക, എന്നിട്ട് 15 കിട്ടുന്ന വരെ എണ്ണാം. ഓക്കെ, വിരലൊക്കെ എടുത്തോ. 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 13, 14, 15. എത്രയാണ്, എത്ര കിട്ടി, 7 വരെ ചേർന്നപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്, 7 വിരലെടുത്തപ്പോഴാണ് മിസ്സിന് 15 കിട്ടിയത് അല്ലേ. അതായത് 8 കഴിഞ്ഞ് 9, 10, 11, 12, 13, 14, 15, 7 വിരലെടുത്തപ്പോൾ കിട്ടി. അപ്പോൾ 40 + 7 എത്രയാണ്, 47 അല്ലേ. ക്ലിയർ അല്ലേ. അപ്പം മെയിൽ റാബിറ്റ്സിൻ്റെ എണ്ണം എത്രയാണ്, 47 അല്ലേ, 47. ഓക്കെ, ക്ലിയർ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ആൺമുയലുകളുടെ എണ്ണവും കിട്ടി. എത്രയാണ്, 47 ആണ്. 47 കിട്ടി. മെയിൽ റാബിറ്റ്സിൻ്റെ എണ്ണം കിട്ടി 47. ക്ലിയർ, സെറ്റ് അല്ലേ. അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ ഇത്. അപ്പോൾ ഇതുപോലെയുള്ള വേറൊരു രസകരമായിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.